ഈ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റും മഴയും വന്നു, ദിവസങ്ങൾക്കുള്ളിൽ ആനുകൂല്യം അനുവദിച്ചു. കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വയനാട്ടിൽ നടന്നിട്ട് നമ്മളിപ്പോഴും സമരം ചെയ്യുകയും രാജ്ഭവൻ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്ത് പോകേണ്ടത് എന്തുകൊണ്ടാണ്? അതെന്താ അതിൻ്റെ രഹസ്യം എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ പറയുന്ന ന്യായം എന്തോ, ഇവിടുന്ന് കൊടുക്കുന്ന കടലാസ്, എന്ത് കടലാസ്? ബഹുമാനായ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു, നല്ല ഫോട്ടോ സെഷനൊക്കെ വയനാട്ടിൽ വെച്ച് നടത്തി, കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ കൊടുത്ത ഉമ്മയുടെ കാശിന് കൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അദ്ദേഹം വന്ന ചിലവെന്നല്ല, അദ്ദേഹം ഫോട്ടോ സെഷൻ നടത്തി, എല്ലാവരുടെ ഫോട്ടോ എടുത്തു, ആശുപത്രി കയറി ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടി. ആ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇത്രയും ഒരു മുത്തശ്ശന പ്രായമുള്ളൊരു വ്യക്തി, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി വരുമ്പം അവരെങ്കിലും പ്രതീക്ഷിച്ച് കാണൂല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടുമെന്ന്? നമ്മളെയൊക്കെ അങ്ങ് മറക്ക്. അവരെങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഉമ്മയൊക്കെ വെച്ച് സലാമൊക്കെ വെച്ച് തൊട്ട് തലവരി കാലിലും തലയിലൊക്കെ തലോടി. അപ്പോൾ ആരെങ്കിലും മുത്തശ്ശൻ വന്നു കാണാൻ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം ഞങ്ങൾക്ക് എന്തെങ്കിലും, അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട് റോഡിൽ നിൽക്കുന്ന പെരുവഴി നിൽക്കുന്ന ഞങ്ങളെ ഒന്ന് സഹായിക്കും എന്ന് ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ, അത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ലല്ലോ ആഗ്രഹിച്ചത്. ഇനി അതിനും കൂടി വലിയൊരു തിരുവനന്തപുരം, ആ ഫോട്ടോഗ്രാഫറുടെ പൈസയും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. മല കയറാൻ പോയ ബാബുവിനെ എടുക്കാൻ വന്ന പൈസയ്ക്ക് വരെ ബില്ല് തന്നു. ഏതാ പാലക്കാട് മല കയറാൻ പോയി കുടുങ്ങിപ്പോയ ബാബുവിനെ നോക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വന്നു, അതിൻ്റെ വരെ പൈസ നമ്മൾ കൊടുക്കണം. ഇതൊരു ശരിയായ കാര്യമല്ല, ഫെഡറൽ സംവിധാനത്തിൽ ഇതൊരു ചേരുന്ന കാര്യമല്ല. അത് പറയുന്നത് കേരളത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ. കാരണം ഇന്ന് ഞാൻ നാളെ നീ എന്നെല്ലാവരും ഓർക്കുന്നല്ല. ഇത് സർക്കാരിനോടുള്ള വെല്ലുവിളിയല്ല, കേരളത്തിലെ ജനങ്ങളുള്ള വെല്ലുവിളിയാണ്. നമ്മളെ വ്യക്തിപരമായ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് ചർച്ച? നമുക്കിരിക്കാൻ കസേര തന്ന്, മന്ത്രി ഒന്നിരിക്കണ്ടേ? എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു. എന്തിന്? നിങ്ങളടുത്ത് പറഞ്ഞാൽ പോരെ? ഞാനിപ്പോൾ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്, കേരളത്തിലെ ഒരു MLA ആണ്, ഒരു മന്ത്രിയാണ്. ഞാൻ പറയണ്ടേ? ഉണ്ടായിരുന്നു നോക്കൂ ഇക്കാര്യത്തിൽ. മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞല്ലോ. ഫോട്ടോ എപ്പോഴും നല്ലതല്ലേ? വയനാട്ടിൽ വന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എല്ലാം സുസ്മേരവദനമല്ലായിരുന്നു? അല്ലായിരുന്നു? നല്ല ഫോട്ടോ അല്ലായിരുന്നു? സൂപ്പർ പോസ്റ്റോ അല്ലായിരുന്നു? അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ളൊരു കമാൻഡോ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഗംബൂട്ടൊക്കെ ഇട്ട് കമാൻഡോസൊക്കെ കൂടെ. അവിടെ നിന്നുണ്ടെന്നല്ല, ഇവിടുന്ന് തന്നെ ആളെ കിട്ടിയല്ലോ. അതൊന്നും കണ്ടില്ലല്ലോ. ഈ ഫോട്ടോയും വീഡിയോ നമ്മൾ കണ്ട് സന്തോഷിച്ചവരല്ലേ? സംഭവം നിങ്ങളൊക്കെ വീഡിയോ കവർ ചെയ്യുമ്പോൾ സംഭവം ത്രില്ലിംഗ് അല്ലേ? ഇത് ഹിന്ദി സിനിമയാണോ ഇംഗ്ലീഷ് പടമാണോ കാണുന്നതെന്ന് സംശയം തോന്നും. അത്രയേ ഉള്ളൂ, വേറെ പരാതിയൊന്നുമില്ല. ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്താണ് കേരള സർക്കാരിനോടും. കേരള സർക്കാരിനോട് വിടും. ഇടതുപക്ഷ മുന്നണി സർക്കാരിനോട് രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ അതല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങളോടാണ് വെല്ലുവിളി.